മുദ്രാവാക്യം സാർത്ഥകമാകാതെ തങ്ങൾ തിരിച്ചു പോകില്ലെന്ന നിലപാടിലായിരുന്നു കുട്ടികൾ. അതേ, ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. പാറ്റക്കൂട്ടങ്ങൾ രാജ്യമാകെ പാറി നടക്കുകയാണിപ്പോൾ. ഇനി മറക്കാൻ പാടില്ലാത്തൊന്നുണ്ട്. ഈ സമരം സമാനതകളില്ലാത്ത കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത്. തങ്ങളെ തല്ലി ഓടിച്ച സൈനികർക്ക് മിഠായി കൊടുക്കുന്ന കുട്ടികൾ, സമരഭൂമിയിൽ ക്ഷീണത്താൽ മയങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കാറ്റ് വീശിക്കൊടുക്കുന്ന പ്രായം ചെന്നവർ, ജനഗണമന പാടി പോലീസിന് ഒരു നിമിഷം നിശബ്ദമാക്കിയ സമരക്കാർ, അതെ, ഇന്നലെ വരെ കാണാത്തവർ ഒന്നിച്ചുകൂടിയ സമരം, വിനോദയാത്രക്ക് തിരിച്ചവർ പോലും ജന്തർ മന്ദറിലെത്തി സമരത്തിന്റെ ഭാഗമാകുന്ന കാഴ്ച, സമരത്തിന്റെ ഭാഗമായ മക്കളെ ഓർത്ത് അഭിമാനിക്കുന്ന രക്ഷിതാക്കൾ. അങ്ങനെ സമാനതകളില്ലാത്ത അനുഭവങ്ങളാണ് ഈ സമരം ഈ നാടിന് സമ്മാനിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രതിഷേധങ്ങൾക്കാണ് ഇന്ദ്രപ്രസ്ഥം സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥികൾ ഉയർത്തിയതാകട്ടെ ചെറിയ ആവശ്യങ്ങളാണ്. നീറ്റ് ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കുക, ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. എന്നാൽ അന്തിമ വിജയം നേടാതെ കുട്ടികൾ മടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. എല്ലാ വഴികളും അടച്ചിടാൻ അധികാരികൾ ശ്രമിച്ചിട്ടും എവിടെ നിന്നൊക്കെയോ ആളുകൾ എത്തുന്നു. സമരമുഖത്തുള്ളവർക്കായി എവിടെ നിന്നൊക്കെയോ ഭക്ഷണപ്പൊതി വരുന്നു. പെരുമഴയത്തും ഭക്ഷണം വിതരണം ചെയ്യുന്നവർ. ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ അർബൻ നക്സൽ, രാജ്യദ്രോഹി, ആഭ്യന്തര ശത്രു എന്നൊക്കെ ഭരണകൂടം വിളിക്കുമ്പോൾ സമരാനുകൂലികൾ ഒരു വാക്കുകൊണ്ട് പോലും വഴിതെറ്റാതിരിക്കാൻ സംഘാടകർ കാണിച്ച ജാഗ്രത നാം മറന്നു പോകരുത്. അതാണ് സമരസ്ഥലത്ത് വർഗീയമോ വിദ്വേഷപരമോ ആയ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ അനുവദിക്കില്ലെന്ന് CJP തീരുമാനിച്ചതിന് കാരണം. ഭാരത് മാതാ കി ജയ്, ഇൻകിലാബ് സിന്ദാബാദ്, ജയ് ഭീം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ 4 മുദ്രാവാക്യങ്ങൾക്ക് മാത്രമായിരുന്നു അനുമതി. ഈ ജീവിതത്തിനിടയിൽ എന്നെങ്കിലും ഒരു സമരത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ പങ്കെടുത്തവരല്ല ഡൽഹിയിൽ തുടങ്ങി പിന്നീട് മുംബൈയിലേക്കും പാറ്റ്നയിലേക്കും നാഗ്പൂർ ഉൾപ്പെടെ പടർന്ന സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെന്നും നാം മറന്നു പോകരുത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സമരം പടർന്നു പിടിച്ചത് നാം കണ്ടു കഴിഞ്ഞു. രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭമെന്നാണ് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ സ്തംഭിപ്പിക്കാതെ ഈ സമരം അവസാനിക്കില്ലെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അത് മോദി നന്നായി തിരിച്ചറിഞ്ഞു. അതാണ് പാതിരാത്രി വീഡിയോ സന്ദേശത്തിലൂടെ നാം കേട്ടത്. രാഹുൽ ഗാന്ധിയെ തെരുവിലിട്ട് വലിച്ചിഴച്ചു. സ്വാതന്ത്ര്യാനന്തരം മറ്റൊരു പ്രതിപക്ഷ നേതാവിനു നേരെ പോലും ഇത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടില്ല. ലോകത്തിൽ ഇന്റർനെറ്റ് നിരോധിക്കുന്നതിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ഈ സമരകാലത്തും ഡൽഹിയിൽ ഇന്റർനെറ്റ് നിരോധിച്ചു. അതിർത്തി സേന ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചു. എന്നാൽ ഒടുവിൽ സമരം വിജയിക്കുക തന്നെ ചെയ്തു. രാമനാമവും ജപഘോഷയാത്രയും കൊണ്ട് മാത്രം കഴിഞ്ഞു പോകാമെന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അടവ് നയത്തിന് ഇന്ത്യയിൽ അറുതി വരികയാണെന്നാണ് ഈ സമരം നൽകുന്ന നല്ല പാഠം.